ഹായ് ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് 2 ഓഫ് കുട്ടിക്കാനം റൈഡാണ്. നമ്മളിവിടെ വെച്ചാണ് വീഡിയോ സ്റ്റോപ്പ് ചെയ്തത്. നമ്മുടെ പരുന്തുംപാറ അവിടെ നമ്മൾ കുറേ നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് രാത്രി പിന്നെ വന്ന് കിടന്നുറങ്ങാൻ ചെയ്തത്. അപ്പോൾ ഡേ 2 കണ്ടാലോ? അപ്പോൾ ഇതാണല്ലോ നമ്മൾ നിന്ന കോട്ടേജ് കുട്ടിക്കാനത്ത്. ഇതിൻ്റെ പേര് കൂടാരം ബ്ലിസ്ഫുൾ ടെൻ സ്റ്റേ. അങ്ങനെ ടെൻ സ്റ്റേയും ഇനി കോട്ടേജും. ഇതപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ഫ്രണ്ട്സായിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. പക്ഷെ ഇവരങ്ങനെ എല്ലാവർക്കും കൊടുക്കില്ല. ഇത് ആളുടെ അപ്പൻ്റെ പ്രയർ റൂമും കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു പ്രോപ്പർട്ടിയാണ്. നല്ല രസമാണ്. പക്ഷെ ഉച്ച നേരത്തിൻ്റെ ഉള്ളിലിരിക്കാൻ പറ്റില്ല കേട്ടോ. ചെറുതിയ നല്ല രീതിയിൽ ചൂടടിക്കും. അപ്പോൾ ചൂടൊക്കെ ആയി തുടങ്ങിയപ്പോഴേക്കും നമ്മൾ ആളോട് ഒരു അടുത്തുള്ള സ്പോട്ട് ചോദിച്ച് അതൊക്കെ ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് നേരമായി. നമ്മൾ ഇന്നലെ ഇവർ വരാൻ, എൻ്റെ ഫ്രണ്ട്സ് വരാൻ കുറച്ച് ലേറ്റായി. അവർ കൊച്ചിയിലെ വർക്ക് ചെയ്യണേ. അവർക്ക് വർക്ക് കഴിഞ്ഞിട്ടാണ് അവർ വന്നത്. ഞാൻ പിന്നെ നൈറ്റ് ഷിഫ്റ്റ് ലീവ് ആയതുകൊണ്ട് ഞങ്ങൾ രാവിലെ റൂമെത്തി. പക്ഷെ ഇവരെത്തിയപ്പോൾ രാത്രി 9:30-10 മണിയായി. അവർ വന്ന് ചില്ല് ചെയ്ത് നമ്മൾ ഉറങ്ങിയപ്പോഴേക്കും ഒരു നേരമായി. അപ്പോൾ നമ്മൾ പോണത് സത്രം. ഇതാണ് സ്പോട്ട്. പോണ വഴി ഒരു രക്ഷയില്ല കേട്ടോ. വേറൊരു പ്ലാനറ്റ് പോലെയാണ്. ബ്യൂട്ടിഫുൾ റോഡാണെന്ന് വെച്ചാൽ റോഡ് ഈ ഒരു പോർഷൻ മാത്രമേ രസമുള്ളൂ. ബാക്കിയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാണ്. പക്ഷെ ഈ പോർഷൻ ഔട്ട് ഓഫ് ദിസ് വേൾഡാണ്. ഈ റോഡിൻ്റെ ബാക്കി പോർഷനെ കട്ട് ചെയ്യുന്നില്ല ഗൈസ്. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. സോ എൻജോയ്. കണ്ടില്ലേ ഗൈസ്, ഒരു ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്റ്റ് ആ പരിപാടി ഇല്ല ഇവിടെ. അത് അവരുടെ ഒരു വ്യൂ പോയിന്റ് ആണ്. അങ്ങോട്ട് പ്രൈവറ്റ് വേണ്ട, ഞങ്ങളുടെ ജീപ്പിൽ വന്നാൽ മതി എന്നുള്ളൊരു ഗെയിമാണ്. ചുവട്ടായി ജീപ്പുകാരൊക്കെ ഇങ്ങനെ വരുന്നു, ഞങ്ങളെ റോട്ടിൽ നിന്ന് മാറ്റുന്നു. അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ വണ്ടി ഓഫ് റോഡ് വണ്ടിയല്ലേ, സൈഡിലത്തെ മണ്ണിൽ കൂടെ സുന്ദരമായിട്ട് പോകും. പക്ഷെ അവർ മാറില്ല, നമ്മളെ മാറ്റും. നല്ല ചിപ്പി. അപ്പോൾ നമ്മൾ ഈ സത്രം എന്ന് വെച്ചാൽ ഒരു സ്ഥലമാണ്. ഞങ്ങളതൊരു വ്യൂ പോയിന്റ് ആണെന്ന് വിചാരിച്ചത്. സത്രം വ്യൂ പോയിന്റ് എന്ന് പറയണതാണ് ഞങ്ങൾ പോകാൻ ശ്രമിച്ച സ്ഥലം. പക്ഷെ ഞങ്ങൾ സത്രം എന്ന് ചോദിച്ച് പോയത് കൊണ്ട് ലാസ്റ്റ് ഒരു അമ്പലത്തിൻ്റെ അവിടേക്കാണ് പോയത്. അപ്പോൾ പിന്നെ അവിടെ ചെന്ന് ഒരാളോട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് അമ്പലത്തിൻ്റെ അവിടേക്ക് തിരിയണതിന് പകരം ലെഫ്റ്റ് എടുത്ത് പോയാൽ ഈ വ്യൂ പോയിന്റ് എത്തും. ഇപ്പോൾ ഇതാണിപ്പോൾ ഞങ്ങളിപ്പോൾ അത് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലോട്ടാണ് ഈ കയറുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ മനസ്സിലായി മൂഞ്ചിന്ന്. അപ്പോൾ അവിടെ ഉള്ള ചേട്ടനോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു സത്രം എന്ന് ചോദിക്കരുത്, സത്രം വ്യൂ പോയിന്റ് പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് വ്യൂ പോയിന്റിലേക്കുള്ള വഴി കാണിച്ചു തരും. പിന്നെ നിങ്ങളൊരു ജംഗ്ഷൻ എത്തിയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്, റൈറ്റ് അല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ ബോർഡൊക്കെ കണ്ടു. ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ശ്രദ്ധിച്ചില്ല പ്രോപ്പറായിട്ട്. അതാണ് മെയിൻ ഉണ്ടായത്. അവിടെ പിന്നെ ആൾക്കാരും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ഒരു 5-6 കിലോമീറ്റർ ഇങ്ങോട്ട് പോന്നു.
ഈ ചുരവും വളവും തിരുവൊക്കെ ആയതുകൊണ്ട് കുറച്ചധികം നേരം എടുത്തിട്ട് ഇങ്ങോട്ട് എത്തിയത്. അതേപോലെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. എന്തായാലും വ്യൂ പോയിന്റ് കണ്ടിട്ടേ പോകൂ. എന്തായാലും ഇവിടെ വന്നതല്ലേ. വ്യൂ പോയിന്റ് എത്താറായപ്പോഴാണ് മനസ്സിലായി കുറച്ചൊരു പോർഷൻ ഓഫ് റോഡാണ്. അപ്പോൾ നമ്മൾ പതുക്കെ വണ്ടി അങ്ങോട്ട് കയറ്റി. ഫ്രണ്ടാണ് ആദ്യം പോകണേ, അവൻ്റെ വണ്ടി കിടന്ന് പുകയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പില്ലിനെ ഇറക്കി. എനിക്കാണെങ്കിൽ പെടത്തി കളിക്കാൻ ഇഷ്ടം. അപ്പോൾ നമ്മൾ സോളോ അടിച്ചു, പവറെല്ലാം അങ്ങോട്ട് കയറ്റി. Soft strums of the warm acoustic guitar blend with the gentle sound of the waves crashing against the shore. A serene melody weaves through the breeze, creating a soothing. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് അടിയിലേക്ക് ഇറങ്ങിയിട്ട് പോയിട്ടാണ് വ്യൂ പോയിന്റ് ഉള്ളത്. ഞങ്ങൾ അങ്ങോട്ട് ഇറക്കാൻ നിന്നില്ല. എനിക്ക് ഇറക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഈ പറഞ്ഞ പോലെ രാവിലെ ഒരു ദോശ നേരത്തെ കഴിച്ചിരുന്നു. ഉച്ചയായിപ്പോൾ അപ്പോൾ ഞാൻ ആകെ ക്ഷീണിതനാണ്. വീണ് പോയാലെന്ന് വിചാരിച്ച് ഇത് റഷിൻ്റെ പുറത്ത് കയറിപ്പോവും. പക്ഷെ അത് തിരിച്ച് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആകെ ടയേർഡാവും. അതുകൊണ്ട് ഞാൻ പിന്നെ ഇറക്കിയില്ല. ഇവിടെ നിന്ന് തന്നെ എൻജോയ് ചെയ്തു. സെയിം വ്യൂ കുറച്ച് ഡിഫറെൻ്റ് ആംഗിളൊന്നല്ലേ ഉള്ളൂ. ഇവിടെ നിന്ന് ജീപ്പൊക്കെ പോണതൊക്കെ കണ്ട് അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു. കൊള്ളാം, നല്ല സ്പോട്ടാണ്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം നിന്ന് ചില്ല് ചെയ്ത് പതുക്കെ ഇറങ്ങായി. തിരിച്ച് അധികം ലേറ്റ് ആവാണ്ട് വീടെത്താൻ ശ്രമിക്കണം. അങ്ങോട്ട് പോണ വഴിയിൽ ശ്രദ്ധിച്ചൊരു ലേക്കാണ്. പിന്നെ തിരിച്ച് വന്നപ്പോൾ നമ്മളിവിടെ നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നിന്ന് കുറച്ച് നേരം. സൂപ്പർ സ്പോട്ടാട്ടാ, നല്ല പൊളി ഫ്രെയിം അല്ലേ. അപ്പോൾ നമ്മൾ തിരിച്ച് സ്റ്റാർട്ട് ചെയ്തു ഗൈസ് റൈഡ്. വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത്. ഇതാണ് പ്രശ്നം, ഇത് എന്തിനാണ് ഇവർ ഇങ്ങനെ വിട്ടേന്ന് എനിക്കറിയില്ല. ഇങ്ങനെ 2-3 വട്ടം റോഡിൻ്റെ നടുക്കിട്ട് അറിയാൻ മറന്ന പോലെയുണ്ട്. നമ്മൾ ഈ വ്യൂവിൽ കോമ്പൻസേറ്റ് ആയി പോകുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. Soft strums of the warm acoustic guitar blend with the gentle sound of the waves crashing against the. ഓക്കെ, അപ്പോൾ ഈ സത്രത്തേക്കുള്ള വഴി നമ്മുടെ ഇന്നലെ നമ്മൾ നിന്ന സ്ഥലമാണിത്. ഈ പരുന്തുംപാറ എന്ന് പറയുന്ന സ്ഥലമില്ലേ, വ്യൂ പോയിന്റ്. അവിടെ നിന്ന് നേരെ പോയിട്ടാണ് സത്രത്തിലേക്കുള്ള വഴി. അപ്പോൾ നമ്മളിത് പരുന്തുംപാറയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതൊരു സൂപ്പർ സ്പോട്ടാട്ടാ. ഒരു സൺറൈസ് സൺസെറ്റ് ഒരു പോയിന്റ് ആണിത്. നല്ല രസമാണ്, ഫീൽ ഗുഡ്. നമ്മൾ അങ്ങനെ
ഇറങ്ങി പോവാണ്. Distant gulls and the rolling tide add layers to the tranquil sense tape of this coastal escape. തിരിച്ചു പോണ വഴിയിൽ നമ്മൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട സ്ഥലമാണ് അമ്മച്ചി കൊട്ടാരം. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ ആകെ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കണ ഒരു ബിൽഡിങ്. കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അപ്പാപ്പൻ ഇറങ്ങി വന്നു. ആളാണിപ്പോൾ അത് മേൽനോട്ടം എന്നാണ് പറഞ്ഞത്. കാലണ്ടർ പുതിയതാണ്, മനോരമ തന്നെ. ഇപ്പോൾ കാട് പിടിച്ചിട്ട് ഞാൻ എണ്ണാൻ പോണു. നടുമുറ്റം കേസ് ഇതൊന്നും ചെയ്യുമ്പോ സമയം അമ്മച്ചീരെ പോകല്ലേ എന്ത് ചെയ്യുന്നു? ചോറ് വയ്ക്കും, കറി വയ്ക്കും. Soft strums of the warm acoustic guitar, ഇത് പഴയ രാജാക്കന്മാരുടെ sound of the waves, റാണിമാരായിട്ട് ഒഴിമർച്ച ചെയ്യുന്ന സ്ഥലം. serene melody. അപ്പോൾ അമ്മച്ചി കൊട്ടാരം ഒരു ചെറിയ സ്കാം പോലെയായിരുന്നു ഗൈസ്. അതൊന്നും മെയിൻ്റെനൻസ് ഇല്ലാത്തതാണ് മെയിൻ പ്രശ്നം. അതൊന്നും ഒരു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ പിന്നെയും രസമുണ്ടായിരുന്നു. ഇത് ആകെ നശിച്ച് കിടക്കുക. കുറേ സിനിമ സെറ്റിന് ഉപയോഗിച്ച സാധനങ്ങളും അതും ഒക്കെ ഇങ്ങനെ അവിടെ ഇട്ട് കുമിച്ച് കൂട്ടിയിട്ടേക്കുക. പിന്നെ ഈ അപ്പാപ്പൻ അതും മെയിൻ്റെനൻസ് ഒന്നുമില്ല. ആളതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നു, കുക്ക് ചെയ്യുന്നു, പരിപാടിയും ഒക്കെ ആയിട്ടിരിക്കുക. ഒന്ന് ഭംഗിയാക്കിയായിരുന്നെങ്കിൽ പിന്നെയും ആൾക്കാർ വന്നേനെ. ഇതൊരു പറ്റിക്കലായി. ഇതിപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്ക് 50 രൂപ വാങ്ങിയ അപ്പാപ്പൻ. ആൾക്ക് ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് കേട്ടോ. ഫൺ ഫാക്ട്. പിന്നെ അപ്പാപ്പൻ പറഞ്ഞതും ഗൂഗിളൊക്കെ വെച്ച് നോക്കിയപ്പോൾ അത് പഴയ കാലത്തെ രാജാക്കന്മാരുടെ ഒരു ചെറിയ അസംബ്ലി ഒക്കെ നടത്തുന്ന സ്ഥലവും പിന്നെ രാജ്ഞിമാർ തോഴിമാരൊക്കെ താമസിച്ചായിരുന്ന സ്ഥലമൊക്കെ ആയിരുന്നു ഗൈസ്. ഇപ്പോൾ ചില സിനിമകൾക്ക് സെറ്റായിരിക്കുന്നു. പിന്നെ ഞങ്ങൾ കുറേ ദൂരം കണ്ടിന്യൂസ്ലി ഓടിച്ചു. പിന്നെ ആകെ ടയേർഡായപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇറങ്ങി. ഇതിപ്പോൾ അതേ പാലാ ടൗൺ എത്തിയിട്ടുണ്ട്. നമ്മുടെ പാട്ടിലേക്കുള്ള പലാപ്പള്ളി തിരുപ്പള്ളി ആ പാല, യെസ് ആ പാല തന്നെ. പാല പള്ളിയുടെ ഒരു ടവർ ഇനിയുണ്ട് ഞങ്ങൾക്ക് കുറേ ദൂരം കവർ ചെയ്യാൻ. ഈ ജംഗ്ഷൻ്റെ മാപ്പിൽ ഫാസ്റ്റസ്റ്റ് റൂട്ട് നേരെ കാണിക്കണ്ടായിരുന്നേ.
പക്ഷേ സിമിലറിറ്റിയിൽ റൈറ്റിലേക്ക് ഒരു വഴി കാണിക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴോ വന്നപ്പോൾ റൈറ്റിലേക്ക് പോയൊരു ഓർമ്മയിൽ ഞാൻ റൈറ്റിലേക്ക് എടുത്തു. അത് തീരുമാനം കറക്റ്റായിരുന്നു. കുറേ ട്രാഫിക് കട്ടായി. പക്ഷേ നെടുമുണിവേണു പറഞ്ഞ പോലെ നിങ്ങൾ നാശത്തിലേക്കാണുള്ളതിൻ്റെ ഒരു സൂചനയായിരുന്നു ആ ഒരു പാലയിലുള്ള ബ്ലോക്ക്. പിന്നീട് അവിടുന്ന് ആ വഴി മിക്ക വഴിയും ബ്ലോക്കും പിന്നെ കുറച്ച് പെരുന്നാളുകളും ഒക്കെ ആയിട്ട് ആകെ ക്ഷീണമായി. ഓടി ഓടി നമ്മൾ അങ്കമാലി എത്തി ഗൈസ്. പിന്നെ ഞങ്ങള് പിന്നെ ഇരുട്ടുമായി. പിന്നെ പ്രത്യേകിച്ച് നിർത്തിയൊന്നുമില്ല. അപ്പോൾ വേഗം വീടെത്താൻ വേണ്ടി നമ്മൾ ആ ഒരു പേസ് കീപ്പ് ചെയ്ത് പോന്നു. ആകെ ടയേർഡായി. ട്രാഫിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ രാത്രി ഉറങ്ങാത്തതിൻ്റെ ഒക്കെ ക്ഷീണമുണ്ടായിരുന്നു. നമ്മൾ അങ്കമാലി എത്തി. അൽത്താസയെന്നൊരു ഷവർമയും കഴിച്ച് നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു. ഒരു 1 മണി 1:30 ആ ഒരു ടൈം ആയപ്പോൾ നമ്മൾ വീടെത്തി. അപ്പോൾ അത്രയുള്ള ഗൈസ് നമ്മുടെ കുട്ടിക്കാനം ഒരു ചെറിയ റൈഡ്. ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് പോയതാ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ ഇതുപോലെയുള്ള ബ്യൂട്ടിഫുൾ വീഡിയോസായിട്ട് പിന്നെയും കാണാം. ഓക്കെ ബൈ.